നമസ്കാരം. നമ്മൾ ഡൗസിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4-5 പേര് ഈ ഡൗസിംഗ് റോഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അയച്ചു തന്നേക്കുന്ന ഡൗസിംഗ് റോഡ്. 2 പിച്ചളയുടെ 2 കമ്പി കഷ്ണങ്ങളാണ്. ഇത് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഡൗസിംഗ് റോഡ് ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ്. 500 രൂപയാണ് അതിൻ്റെ ചാർജസ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പിടിക്കേണ്ടത് ഈ 2 വിരലുകൾ മുകളിൽ മുട്ടാത്ത രീതിയിൽ, ഇവിടെ ടച്ച് ചെയ്യാത്ത രീതിയിൽ കുറച്ച് ഇറക്കിയിട്ട് വേണം പിടിക്കാനായിട്ട്. എന്നിട്ട് ഈ തള്ളവിരൽ 2ഉം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പയ്യെ വെക്കുക, നൈസായിട്ട് വെച്ചിട്ട് നേരെ ആക്കുക. ഇപ്പോൾ ഡൗസിംഗ് റോഡ് ഫ്രീ മൂവ്മെൻ്റ് ആയിരിക്കും. അങ്ങോട്ട് കൂടെ വെക്കുക, തനിയെ തിരിയും. നമ്മൾ കൈ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയത്തില്ല. അതുകൊണ്ട് നേരെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടത് മൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കാണ് ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ എത്രത്തോളം കൂടുതൽ ഇങ്ങോട്ടേക്ക് കറങ്ങുന്നുവോ അത്രയും ഹൈ പോസിറ്റീവ് ആണെന്നുള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെ ഈ നേരെ വെക്കുന്ന റോഡ് 2 തമ്മിൽ അടുത്തടുത്ത് വരികയാണെങ്കിൽ നെഗറ്റീവാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്താൽ നെഗറ്റീവാണ്. നേരെയാണ് നിൽക്കുന്നതെങ്കിൽ ന്യൂട്രൽ എനർജിയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നതോറും ക്രോസ് ചെയ്ത് വരുന്നതോറും കൂടുതൽ നെഗറ്റീവാണ്. ഇപ്പോൾ ഒരു സോളിൻ്റെ ഒക്കെ പ്രസൻസ് ഉള്ള ആൾക്കാർ, ശത്രുബാധയുള്ള ആൾക്കാരെ മേത്ത് വെച്ച് കഴിഞ്ഞാൽ കറങ്ങി ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ ഒരു ഗണപതിയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്കറിയാം പോസിറ്റീവ് ആണെന്ന് അറിയാമെങ്കിലും നമുക്ക് നോക്കാം. അടുത്തേക്ക് വരുന്തോറും റോഡ് പുറത്തേക്കാണ് അകന്നു പോകുന്നത്. അപ്പോൾ അത്രയും ഹൈ എനർജിയാണ് ഗണപതിക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കൃഷ്ണൻ്റെ ഫോട്ടോൻ്റെ മുമ്പിൽ വെച്ചാലും എല്ലാത്തിലും ഇത് കാണിക്കും. പക്ഷേ ഒരു കാര്യം കൂടി എനിക്കത് പറയാനുണ്ട്. ഈ ചിലപ്പോൾ ചില ഇതുപോലുള്ള പ്രതിമകളിൽ നെഗറ്റീവായിട്ടുള്ള എനർജീസ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ ഈ റോഡ് വെച്ച് കംപ്ലീറ്റ് സാധനങ്ങൾ പരിശോധിക്കുക. നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയുക. നിങ്ങളുടെ വീടിൻ്റെ എനർജി ലെവൽ ഹൈ ആവും.